നമുക്കിന്ന് 2024 55-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ച് നോക്കാം. മികച്ച ചിത്രം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച സംവിധാനം, മികച്ച തിരക്കഥ തുടങ്ങിയ 9 ഇനങ്ങളിലാണ് മഞ്ഞുമൽ ബോയ്സിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടൻ മമ്മൂട്ടിയാണ്. സിനിമ ബ്രഹ്മയുഗം. മികച്ച നടന് മമ്മൂട്ടിക്ക് ലഭിക്കുന്ന 7ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ് ഇത്. മികച്ച നടി ഷംല ഹംസയാണ്. സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥാകൃത്ത് എന്നീ അവാർഡുകൾ ലഭിച്ചത് മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്ത ചിദംബരത്തിനാണ്. മികച്ച ജനപ്രിയ ചിത്രം പ്രേമലുവാണ്. സംവിധാനം ഗിരീഷ് AD. മികച്ച 2ാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമയാണ്. മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദിനാണ്. മികച്ച സ്വഭാവ നടി ലിജോമോൾ ജോസാണ്. സിനിമ നടന്ന സംഭവം. മികച്ച സ്വഭാവ നടന്മാർ സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനുമാണ്. സൗബിൻ ഷാഹിറിന് മഞ്ഞുമൽ ബോയ്സിലൂടെയും സിദ്ധാർത്ഥ് ഭരതന് ബ്രഹ്മയുഗത്തിലൂടെയുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഗാനരചയിതാവ് വേടനാണ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള പ്രത്യേക അവാർഡ് നേടിയത് പായൽ കബാഡിയാണ്. ഓൾ വി ഇമാജിനാസ് ലൈറ്റ് അഥവാ പ്രഭയായി നനച്ചതെല്ലാം എന്ന സിനിമയിലൂടെയാണ് പായൽ കബാഡിയയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഗ്രന്ഥം പെൺപാട്ട് താരകളിലൂടെ CS മീനാക്ഷിക്കാണ്. മികച്ച എഡിറ്റിംഗ് സൂരജ് ES ആണ്. ചിത്രം കിഷ്കിന്ധാകാന്ഡം. പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നത് ARMലൂടെ ടോവിനോ തോമസിനും, കിഷ്കിന്ധാകാന്ഡത്തിലൂടെ ആസിഫ് അലിക്കും, ബോഗൻവില്ലയിലൂടെ ജ്യോതിർമയിക്കും, പാരഡൈസ് എന്ന സിനിമയിലൂടെ ദർശന രാജേന്ദ്രനുമാണ് ലഭിച്ചിരിക്കുന്നത്.